നമസ്കാരം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വിജയികളെ നിശ്ചയിക്കുക ആരായിരിക്കുമെന്നറിയാമോ? അവിടുത്തെ സമുദായ വോട്ടുകളാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കരുത്തരെ പരീക്ഷിച്ചപ്പോൾ പോലും ഇടതുമുന്നണിക്ക് ഇവിടെ കാലിടറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യവും ചരിത്രവും. ചുരുക്കം തവണ മാത്രം ഇടതുമുന്നണി ജയിച്ച മണ്ഡലം കൂടിയാണ് എറണാകുളം. അപ്പോഴും താരമായത് സമുദായ വോട്ടുകൾ തന്നെയാണ് എന്ന് മറന്നു പോകരുതാരും. അതായത് MLA ആയിരുന്നപ്പോഴും MP ആയിരുന്നപ്പോഴും ഒക്കെ, അല്ലെങ്കിൽ MP ആയിപ്പോൾ തുടരുമ്പോഴൊക്കെയുള്ള വികസന നേട്ടങ്ങൾ നിരത്തിക്കൊണ്ടാണ് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ യുവമുഖം ഹൈബി ഈഡൻ കളം നിറഞ്ഞാടുന്നത് എറണാകുളത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇടതിനാണെങ്കിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് KJ ഷൈൻ. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് തേടുകയാണ് KJ ഷൈൻ. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ വരവ് എന്ന് പറയപ്പെടുന്നത്. പോരാട്ടം കനക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തമാകുമ്പോൾ സ്ഥാനാർത്ഥികൾ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളം മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. പൊതുസമൂഹം സർക്കാരിനെ വിലയിരുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡൻ എന്ന് പറയപ്പെടുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഹൈബി ഈഡൻ ആരാണ്? സമസ്ത മേഖലയിലും നാടിനെ പിന്നോട്ടടിച്ച ഭരണമാണ് കേരളത്തിലേതെന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. പൊതുസമൂഹം സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുക തന്നെ ചെയ്യും. സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതത്തെ ഹനിച്ച ഒരു സർക്കാരാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്ഷേമ പെൻഷൻ മുതൽ വന്യജീവി ആക്രമണം, കുടിവെള്ളക്ഷാമം വരെയുള്ള വിഷയങ്ങൾ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. മതനിരപേക്ഷതയെ തച്ചു തകർക്കുന്ന കേന്ദ്രഭരണവും ആ ഭരണത്തെക്കുറിച്ചും വിലയിരുത്തലുണ്ടാകും. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ വിജയം ഉറപ്പാക്കുന്നത് ഹൈബി ഈഡൻ. കാലങ്ങളായി മുങ്ങിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം 670 കോടിയിലേറെ മുടക്കി ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ വികസനം, ആ ഫിഷിംഗ് ഹാർബർ വികസനവും യാഥാർത്ഥ്യമാകുന്നു എന്നതാണ്. സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു MP എന്ന നിലയിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഹൈബി ഈഡൻ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊന്ന്, അങ്കമാലി കുണ്ടന്നൂർ സമാന്തര ബൈപ്പാസ്, കൊച്ചി തേനി ബൈപ്പാസുമെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ ഹൈബിയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം യുവതികൾക്കായിട്ട് നടത്തിയ കപ്പ് ഓഫ് ലൈഫ് പദ്ധതി, അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി എന്നുള്ളത് അഭിമാനകരമായി പറയുകയാണ് അവർ. മുന്നണിക്കും പാർട്ടിക്കും തലയുയർത്തി അഭിമാനത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഹൈബി ഈഡൻ എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, മതേതരം സംരക്ഷിക്കുന്നതിനൊരു വോട്ട് എന്നുള്ളതാണ്. KJ ഷൈൻ LDFൻ്റെ സ്ഥാനാർത്ഥി പറയുന്നു. മതേതരത്വവും ജനാധിപത്യവും പരമാധികാരവും സംരക്ഷിക്കലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള KJ ഷൈൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയമെന്ന് പറയപ്പെടുന്നത്. അതായത് നിർഭയമായ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് തുല്യതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ മതേതര ചേരിക്ക് വോട്ട് ചെയ്തുകൊണ്ടാകണം. അങ്ങനെ വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ജയിച്ചാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവകാശങ്ങൾ അവയൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുമെന്നുള്ള അവകാശം കൂടി KJ ഷൈൻ പറയുന്നു. LDFൻ്റെ 20 സീറ്റിൽ 3 സ്ത്രീകളെ പരിഗണിച്ചത് ആത്മാഭിമാനം നൽകുന്ന കാര്യമാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. സ്ത്രീ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും അതിൽ വളരെയധികം സന്തോഷവതിയാണ് എന്നുകൂടി KJ ഷൈൻ പറഞ്ഞു വെക്കുന്നു. വ്യത്യസ്ത സാമ്പത്തിക, സാമൂഹിക, സാമുദായിക മാനങ്ങളുള്ള മണ്ഡലമാണ് എറണാകുളം എന്നുള്ളത്. തീരദേശത്തെ തൊഴിൽ, പരമ്പരാഗത വ്യവസായ മേഖല, പുത്തൻ ഹൈടെക് സംരംഭങ്ങൾ, കൂടാതെ ടൂറിസം വികസനം. ഈ ടൂറിസം വികസനം അടക്കമുള്ള കാര്യങ്ങൾ എറണാകുളത്ത് ചർച്ചയാകാൻ പോകുന്നു. സംസ്ഥാന സർക്കാർ 7 വർഷത്തിലേറെയായി നടപ്പാക്കിയ വികസനവും കൂടാതെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ വിലയിരുത്തൽ കൂടിയാകുമ്പോൾ എറണാകുളം എന്ന് പറയപ്പെടുന്നത് ഇടത്തേക്ക് ചായുമെന്നുള്ള ഉറപ്പിലാണ് KJ ഷൈൻ അവരുടെ വാദങ്ങൾ നിരത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, മോദിക്കൊപ്പം ജനങ്ങളുണ്ടാകുമെന്ന് KS രാധാകൃഷ്ണനും പറയുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയാളുടെ രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം വളരുന്ന കൊച്ചിയിലും എത്തിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി കൊച്ചിയുടെ സമഗ്ര വികസനത്തിനായിട്ട് ഏകദേശം 3000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും കൊച്ചി മെട്രോ, ഷിപ്പ്യാർഡ്, വ്യവസായശാലകൾ, റോഡുകൾ, ജലഗതാഗതം തുടങ്ങി കൊച്ചിയുടെ സമസ്ത മേഖലകളിലും വരാൻ പോകുന്നത് വലിയ വികസനമാണ്. അങ്ങനെ വികസനം എത്തിക്കുന്നതിന് കേന്ദ്ര പദ്ധതികൾ അടക്കമുള്ളവ തയ്യാറാക്കാൻ പോകുന്നു. അതിൻ്റെ ഫണ്ട് അനിവാര്യമാണ്. ആ ഫണ്ടൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാകെ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയുമല്ലാതെ
ഒന്നും നടന്നിട്ടില്ല എന്നും കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു. അപ്പോൾ അതിനൊക്കെ ബാലറ്റിലൂടെ നിങ്ങൾ മറുപടി നൽകൂ, അതിനുള്ള അവസരമാണ് എറണാകുളത്ത് ഉണ്ടാകുന്നത് എന്ന് കെ എസ് രാധാകൃഷ്ണൻ പറയുകയാണ്. അതായത് സംസ്ഥാനം നടപ്പാക്കി എന്ന് പറയുന്ന പദ്ധതികളിലേറെയും അത് കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതികളായിരുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രസക്തി എന്ന് പറയപ്പെടുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസ് എല്ലാ തരത്തിലും ദുർബലമായി കഴിഞ്ഞു. ജനത്തിന് ധൈര്യമായി ആശ്രയിക്കാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി NDA എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ എറണാകുളത്ത് തങ്ങൾ തന്നെ വിജയിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ട് എന്ന് BJPയുടെ നേതാക്കൾ അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മേഖല എറണാകുളത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ ഇവിടെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ കെ എസ് രാധാകൃഷ്ണനെ പോലുള്ള നേതാക്കൾക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹം. കാരണം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ 3000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പല വലിയ പദ്ധതികളും അതിന് പിന്നിലുണ്ട്. ആ പദ്ധതികളടക്കം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. ആ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കണമെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ കെ എസ് രാധാകൃഷ്ണൻ. 3 സ്ഥാനാർത്ഥികളും KJ ഷൈനും ഒപ്പം തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഹൈബീഡനും. യുവത്വത്തിൻ്റെ മുഖമായി കോൺഗ്രസ് ഹൈബീഡനെ ഉയർത്തിക്കാട്ടുന്നു. MLA ആയിട്ടും MP ആയിട്ടുള്ള പ്രവർത്തന മികവിൽ വിജയം സുനിശ്ചിതമെന്ന് പറഞ്ഞ് എറണാകുളത്തിൻ്റെ പുത്രനാകാൻ കാത്തിരിക്കുന്ന ഹൈബീഡൻ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാകപ്പെട്ട CPMൻ്റെ സാരഥിയായിട്ടുള്ള KJ ഷൈൻ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ 7 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തെന്ന് അവകാശപ്പെടുന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KJ ഷൈൻ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ KJ ഷൈൻ്റെ ഭാവി എന്താണെന്ന് എറണാകുളം തീരുമാനിക്കുകയും ചെയ്യും. മറ്റൊന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് NDAയുടെ നേട്ടങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്ന നേട്ടങ്ങൾ, വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ BJPയുടെ സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ LDFൻ്റെ സാരഥികൾ KJ ഷൈനും വിജയസാധ്യത കുറവാണ്. അവിടെ വിജയിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഹൈബീഡന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാത്തിരിക്കാം 26 വരെ.